കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുകയാണ്. സർ, വലിയ ചർച്ചകൾ നടന്നു. പ്രധാനപ്പെട്ട ചർച്ച രാഹുൽ ഗാന്ധി, കേരളം സംബന്ധിച്ചാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് നേതൃത്വമോ അല്ലെങ്കിൽ റായ്ബറേലിയിലേക്ക് പോകുമോ എന്താണ്? ദിഗ്വിജയ് സിംഗാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാനാണ് സംസാരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നാണ്. പിന്നെ കേരളത്തിൽ പ്രസംഗം കൊടുക്കുന്നൊരു സുരക്ഷ അദ്ദേഹവും പറഞ്ഞു. രണ്ടുപേരാണ് കേരളത്തിൽ സംസാരിച്ചത്. ആ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. അദ്ദേഹം പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന്. ഇവിടെ അല്ലേ തീരുമാനിക്കേണ്ടത്, കാരണം എംപിമാരുടെ യോഗം വിളിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവിടെ വെച്ച് CPP ലീഡറെ തിരഞ്ഞെടുക്കും. എന്നിട്ട് CPP ലീഡർഷിപ്പാണ് LOP ആരാൻ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സിസ്റ്റം. അല്ലാണ്ട് ഇവിടെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? പക്ഷേ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരുടെ എല്ലാവരുടെയും അഭിപ്രായം രാഹുൽ ഗാന്ധി വന്നാലേ പറ്റുള്ളൂ എന്ന്. കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടിയാൽ അത് വലിയ ശക്തമായ പോരാട്ടമായിരിക്കും. നരേന്ദ്രമോദിയെയും BJPയെയും RSSനെയും നേരിടാൻ അദ്ദേഹത്തിന് കഴിയൂ എന്ന ചിന്ത എല്ലാവരും പ്രകടിപ്പിക്കുകയുണ്ടായി. രാഹുൽ വയനാട്ടിലും ഒപ്പം റായ്ബറേലിലും മത്സര സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഒരു മണ്ഡലം ഒഴിയേണ്ടതുണ്ട്. വയനാട് ഒഴിയുമെന്ന് ഏത് മണ്ഡലമാണ് ഒഴിയേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും, പാർട്ടി തീരുമാനിക്കും. നേതാക്കളെന്റെ അഭിപ്രായം രേഖപ്പെടുത്തും. ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും. വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ രാഹുൽ കേരളം വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ച് ചർച്ചകളിലേക്ക് കോൺഗ്രസ് നടക്കുന്നുണ്ട്. അല്ല, തീരുമാനം എടുത്തിട്ടില്ല. എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. എന്താണെങ്കിലും രമേശ് ചെന്നിത്തലയാണ് നമ്മൾ പ്രതികരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.